ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് ചേച്ചി കുക്ക് ചെയ്യും, ഞങ്ങള് നോക്കിക്കും. വേണമെങ്കിൽ പറയാം. ഇവര് സാധനങ്ങളൊക്കെ എടുത്തു തരാൻ നമുക്ക് എടുത്തു തരാം. അവള് പറഞ്ഞു ഇവള് നിനക്ക് കുക്ക് ചെയ്യാറില്ല. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലെ ഏറ്റവും നല്ല ഷെഫാണ്. എത്രയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്ന അറിയോ? അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോ വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു എടി നമുക്ക് ഉണ്ടാക്കണം. അയ്യോ ചേച്ചി എനിക്ക് പേടിയോണ്ട് ചേച്ചി ഉണ്ടാക്കൂല. ഞാൻ ഉണ്ടാക്കും. നീ ഉണ്ടാക്കൂല. അറിയോ, നമ്മുടെ ഈ എറണാകുളം തൊടുപുഴ ഭാഗത്തെ ഫുഡും കാലിക്കറ്റ് ഫുഡും വേറെയാണല്ലോ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കണ ഒന്നും അവിടെ ഉള്ളവർക്ക് പറ്റില്ല. അവിടെ ഉള്ളവരുണ്ട്. നമ്മൾ എറണാകുളംകാര്, എറണാകുളം തൊടുപുഴയിലൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ ഇനി അധികം ചളം അടിച്ച് സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം. എങ്കിലും ആദ്യം എന്താ ചെയ്യണ്ടേ? അതെന്താ ചെയ്യണ്ടേ? അല്ല നീ അത് ശരി പാത്രം വെച്ചു ഇത് ഫ്ലെയിം ഒഴിക്കണം. അതാണ് എടുക്ക്. എന്നോട് ചോദിക്കണം ആദ്യം എന്താ ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് നല്ല വെളിച്ചെണ്ണയിലായിട്ട് കുക്ക് ചെയ്യാൻ പോണത്. ഓക്കെ. മീൻ ചേച്ചി എങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വീട്ടിലെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ കുക്ക് ചെയ്യാറുണ്ടോ? എന്ത് പണിയെടുത്ത പേര്. എനിക്ക് സർവന്റ് ഒന്നും ഇല്ല മോളെ. ചേച്ചി അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മ ഒരു രക്ഷയില്ല മോളെ. അമ്മ വളരെ അമ്മച്ചി ഭയങ്കര കുക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ അന്ന് അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞ. പിന്നെ അമ്മച്ചി മരിച്ചപ്പോ നമ്മള് ചേച്ചി ഭയങ്കര വലിയ കുക്ക് അറിയോ? വീണ ചേച്ചിയുടെ വീട്ടില് 365 ദിവസം അത് പറയരുത്. അറിയില്ലല്ലോ അത്. ഇല്ല. ചേച്ചിയുടെ വീട്ടില് 365 ദിവസവും ഡിഷ്. നമ്മുടെയൊക്കെ വീട്ടില് റിപ്പീറ്റ് ചെയ്യില്ലേ? ചേച്ചിയുടെ വീട്ടില് 365 ദിവസവും വേറെ ഡിഷ് അല്ലേ ചേച്ചി? അതെ 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 അതെ. മനുവേട്ടൻ കുക്ക് ചെയ്യോ? അതിലെല്ലാം ഉണ്ട്. അല്ല പക്ഷെ വേറൊരു സത്യം പറയണോട്ടടി, പരിപ്പ് ഉണ്ടാക്കും നന്നായിട്ട്. എന്ന് വെച്ചാ ആ പരിപ്പ് എന്ന് വെച്ചാ ഒരു സ്പെഷ്യൽ പരിപ്പാണ്. എന്ന് വെച്ചാ പുള്ളി പറയണത് നായന്മാരുടെ പരിപ്പ് എന്നാണ് പറയണത്. നമ്മള് മാപ്പിളമാരുടെ പരിപ്പല്ലാതെ നമ്മളെങ്ങനെ പരിപ്പ് ഉണ്ടാക്കണം. നമ്മൾ വന്നിട്ട് പരിപ്പ് പുലർത്തുക അങ്ങനത്തെയൊക്കെ അല്ലേ. മനുവിന്റെ ഒക്കെ എന്ന് വെച്ചാൽ നെയ്യാൻ കൂടി ഇട്ടിട്ട് പച്ചമുളകും നെയ്യും പക്ഷെ ടേസ്റ്റ് ആണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുണ്ടാക്കും. അത് ഞാൻ പുള്ളിയുടെ പരിപ്പ് പുലർത്തല് ഞാൻ കൈയിടാറില്ല. അത് ഉണ്ടാക്കി തരും. പിന്നെ മുട്ട വെച്ച എന്തെങ്കിലുമൊക്കെ, അത്ര ഒന്നും വേറെ ഒന്നും അറിയില്ല. പാത്രം കഴുകി തരും. ഞാനും ബീന ചേച്ചി തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലേ? ചേച്ചി മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങൾ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നത് നല്ല നായന്മാര്. അതെ അതെ കേക്കണ്ടോ? അതുണ്ടല്ലോ ചേച്ചി. കഴിഞ്ഞ ദിവസം മോൻ വന്നിട്ട് ചോദിച്ചു അമ്മ ഞാൻ ഏതാ കാസ്റ്റ്. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു ഹിന്ദുസ്ഥാനിയാന്ന് പറഞ്ഞു. അല്ല എവിടെ കൊടുത്തിട്ടുണ്ടോ? കാസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അവര് ഹസ്ബൻഡ് അമ്മ എഴുതി കൊടുത്തത്. ഞാൻ ഡെലിവറി ചെയ്യുന്ന അവരെ തന്നെ ഹസ്ബൻഡ് തന്നെ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഹിന്ദുസ്ഥാനിയാല്ലേ. അപ്പൊ ഞാനൊരു ജോക്കിനങ്ങ് വിട്ടു. 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു അമ്മേ എന്റെ ക്ലാസ്സിൽ മുസ്ലിമും ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുസ്ഥാനി ആയിട്ടില്ല. ആയിക്കോടാ. ഞാൻ മാത്രം അങ്ങനെ ആയിപ്പോയി. എന്റെ മോനും ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു. കുഞ്ഞിലെ അറിയില്ലല്ലോ ഞാനും മനുവിന്റെ തന്നെ ഇട്ടത്. പക്ഷെ ഇപ്പൊ അവൻ എന്നെ ചീത്ത പറഞ്ഞു അമ്മ എന്തിനാണ് എനിക്ക് ജാതി ഇട്ടത്, എനിക്കൊന്നും ജാതി ഇല്ലാന്ന് എഴുതിയാ പോരായിരുന്നു. അവന് ഇഷ്ടമല്ലേ. ഇപ്പൊ രാവിലെ ഇറങ്ങുവാണെ അമ്മ ഇന്ന് അമ്പലത്തിലാണോ പള്ളിയിലാണോ പോണേന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ സാധനങ്ങൾ ഇട്ട് പറയാം. സവാള, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞങ്ങൾ ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വറയലോട് പറയല്. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇത്തിരി ഉപ്പിട്ടോടി, അപ്പൊ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇത് പറഞ്ഞപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ചോദിച്ചോടി. നിങ്ങൾ അമല സീരിയൽ തൊട്ടാണ് അതെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് സീരിയലുകൾ ഇതുപോലെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ദിവസം നിങ്ങൾ ഇതുവരെ ആരോട് പങ്കുവെക്കാത്ത കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ സെറ്റിലൊന്നും ഞാൻ കൊറേയൊക്കെ കണ്ടിട്ടുണ്ട്. നീ അതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ എന്താ വിശേഷം കണ്ടോ നീ? ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഓർക്കുന്നില്ല. നീ ഇവരുടെ ബോണ്ടിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ഇപ്പൊ ഓൺ സ്ക്രീനിൽ അമ്മയും മോളുമായിട്ടാണെങ്കിലും ഓഫ് സ്ക്രീനിൽ ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊരു കയ്യടി. സത്യം എന്നറിയാമോ? സത്യം പറഞ്ഞാല് നമ്മള് ആർട്ടിസ്റ്റുകളൊക്കെ കാണുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, അങ്ങനെ വലിയ ഇതൊരു ടച്ച് ഉണ്ടാവില്ല. പക്ഷെ ഇവളുടെ അടുത്ത് മാത്രം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടെ അഭിനയിക്കുന്നില്ലെങ്കിലും അവളുടെ
എല്ലാ കാര്യങ്ങളും അറിയാനും ഞങ്ങൾ അങ്ങോട്ടും പക്ഷെ അങ്ങനെ ഇങ്ങോട്ടും എപ്പോഴും വിളിക്കൊന്നുമില്ല. ഇല്ല എപ്പോഴും ഇപ്പൊ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞ് വിളിച്ചാലും ഞങ്ങളുടെ ആ ബോണ്ട് അത് നല്ല രസമായിരുന്നു. ഓഫ് സ്ക്രീനിൽ നമുക്ക് കാണാനും വീട്ടിൽ വരുമ്പോഴൊക്കെ ആണെങ്കിലും അതെ ശരിക്കും ഫാമിലി മെമ്പർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. തൊടുപുഴയിലും ഞാൻ പോയിട്ടുണ്ട്, കോഴിക്കോടും ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവര് എന്റെ വീട്ടിലും എന്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ ഇവളും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അമ്മച്ചിയുടെ മുളകോശി അല്ലേ? അമ്മച്ചി മുളകോശി അല്ലേടി? അമ്മച്ചി അത് അവിടുത്തെ പറവൂർത്തെ അമ്മച്ചിരിയാണ്. പക്ഷെ അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ട് നമ്മള് പുട്ടും മറ്റേ വൻപയറിന്റെ എന്താ മുളക് ഉണ്ടാക്കി മനുവിന് ഉണ്ടാക്കുന്നതായിരുന്നു ശരിക്കും. സിമ്പിൾ സാധനമാണെങ്കിലും വളരെ നല്ലായിരുന്നു. ഞാൻ നിനക്ക് ചെമ്മീന്റെ ഒക്കെ പറഞ്ഞു തന്നില്ലേടി? ചെമ്മീൻ ശരിക്കും എനിക്ക് നമ്മുടെ അങ്ങോട്ടേക്ക് ചെമ്മീനൊന്നും അങ്ങനെ വാങ്ങാനില്ലല്ലോ. നാട്ടിലെ തൊടുപുഴയല്ലേ, അവിടെ കിട്ടില്ല കൂടുതൽ ഉണക്ക ചെമ്മീൻ. ശരിക്കും ചെമ്മീൻ വെക്കാൻ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് ചേച്ചിയാണ്. അതെന്തായാലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. നല്ല തേങ്ങ 2 ടൈപ്പിന് ചെമ്മീനും ചേച്ചിയും ബിന്ദുമ്മയും മാറി മാറിയാണ് എനിക്ക് റെസിപ്പീസ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വൈബ് പറഞ്ഞില്ലേ, ചേച്ചി ഏത് ജനറേഷനോടും ഭയങ്കരമായിട്ട് മിങ്കിളാണ്. അതെനിക്ക് മനസ്സിലായത്. ഇപ്പൊ എന്നോട് ഇത്രയും ക്ലോസ് ആയി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏത് ജനറേഷനിലെ ആൾക്കാരോടും നല്ല അടിപൊളി പ്രായമൊന്നും ആയിട്ടില്ല. ഏത് ജനറേഷൻ നിന്നെക്കാളും ഇച്ചിരി കൂട്ടിയിട്ടുള്ളൂ. പിന്നില്ലേ? പക്ഷെ എനിക്ക് നിന്നോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യം ഉണ്ട് കേട്ടോ. ഏഞ്ചൽ അതെന്നാ? ഇവള് വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് എന്നോട്. ഇവള് അറിഞ്ഞില്ല സത്യം. ഇവിടെ പ്രേമൊക്കെ എന്നോട് പറഞ്ഞത് എത്രയോ എന്റെ അടുത്ത് ഒളിച്ച് വെച്ച് കള്ളി എന്നെ ഭയങ്കര ക്ലോസ് എന്ന് വെച്ചാ ചങ്സ് ആയിരുന്നു ഞങ്ങള്. പക്ഷെ ഇവളുടെ പ്രേമം മാത്രം ഇവള് ഒളിച്ചു വെച്ചു. വഴിയുണ്ട് ഇവിടെ നിക്ക്. എന്നിട്ട് ഒരു ദിവസം ഇവള് എന്തോ ഒരു സാധനം പുള്ളിക്ക് മറ്റേ മിഠായി എന്തോ സാധനം പേടി എനിക്ക് തോന്നണി ഇവക്ക് അവനുമായിട്ട് പ്രേമം ഒന്ന് തോന്നണടി. അവള് മിഠായി പകുതി എടുത്ത് കൊടുക്കണം ഞാൻ കണ്ടു. അങ്ങനെയാണ് ഇതൊക്കെ സെറ്റിൽ നടന്ന കാര്യങ്ങളല്ലോ. സെറ്റിൽ നടന്നല്ല, അന്നൊരിക്കൽ ട്രിവാൻഡ്രം തന്നെ കാണാൻ വന്നു. അതെ അതെ ബിന്ദമ്മയുണ്ട്. അപ്പൊ ബിന്ദമ്മ കുറച്ച് ചോക്ലേറ്റ്സ് തന്നപ്പോ ഞാൻ അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കൊടുത്തു. അതിൽ നിന്നാണ് ബിന്ദമ്മക്ക് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞില്ല. അവള് അത്രയും സ്നേഹമായിട്ടിരുന്നിട്ട് അവൾ ആ പ്രേമം എത്ര വർഷം എടുത്തു. എനിക്ക് എപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല എന്റെ കേട്ടോ. 2 കുട്ടികളായി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീടുന്നു. അപ്പൊ ഗൈസ് ഞങ്ങളുടെ എന്താണ് ഡക്ക് റോസ്റ്റിന്റെ മറ്റേ മസാല അത് നല്ല ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊടികൾ ഇടാം. എല്ലാ പൊടികളും എടുത്തോടാം. യെസ്, മല്ലിപ്പൊടി. ഇതിന്റെ മെയിൻ ഇത് മല്ലിപ്പൊടിയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് മല്ലിപ്പൊടി ഇട്ടു. ഓക്കെ. ഈ കുക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇത് ഞാനിപ്പോ എല്ലാ ടിപ്പും എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുകയാണ്. നമ്മള് ഇൻസ്റ്റയും ബാക്കി സംഭവങ്ങളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കെല്ലാം അല്ലേ. ഒരു സാധനങ്ങളും ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി വളരെ കുറച്ചിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് മഞ്ഞ കളർ വേണ്ട. നമുക്ക് ഇത് ഈ മല്ലിപ്പൊടിയുടെ കളറാണ് വേണ്ടത്. ഇട്ടത് മാറ്റി വെച്ചോട്ടാ. കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഉണ്ട്. അപ്പൊ നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ. ഇനി ബാക്കി പൊടിയൊക്കെ എടുത്തോ. എല്ലാ പൊടിയും മുളക് പൊടി മുളക് പൊടി ഇതിൻ്റെ അകത്ത് വേണ്ട. മറ്റേ ഇനി മറ്റേത് ഇത് ജീരകം. ഓക്കെ. ഇതിനെന്തെങ്കിലും സ്പെഷ്യൽ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും? അല്ല, ഡക്ക് റോസ്റ്റ് തന്നെ. വേറെ നമ്മുടെ തേങ്ങാപ്പാലിലുള്ള ഡക്ക് റോസ്റ്റ്. ഡക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അതിൻ്റെ അകത്ത് പ്രത്യേകതയൊന്നുമില്ല. തേങ്ങാപ്പാലിലുള്ള നല്ല ഡക്ക് റോസ്റ്റ് കണ്ടോ. വീട്ടിലുണ്ടാക്കാറില്ലേടി? എനിക്ക് മപ്പാസ ഇഷ്ടം. അതെയോ? എനിക്ക് ഫേവറേറ്റ് ആണ്. നമുക്ക് ഫാം ഉള്ളപ്പോ അവിടെ ഉണ്ട് ഡക്ക്. മപ്പാസ് ആണ് എനിക്ക് കൂടുതൽ. ബാക്കി എല്ലാ പൊടികളും ഇട്ടല്ലോ. അത് മല്ലിപ്പൊടി ഇട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ജീരകം മസാല അല്ലെ, മസാലപ്പൊടി ജീരകം ഇട്ടല്ലേ അല്ലേ? ഞാൻ പറഞ്ഞില്ല വീട്ടില് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതാ ആളടുക്കള കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. നോൺ വെജിലാണെങ്കിലും വെജിലാണെങ്കിലും അടിപൊളിയായിട്ട് വെറുതെ തള്ളി മറക്കില്ലേ. ഞാൻ ഉള്ളത് പറഞ്ഞാണ്, തള്ളിയതൊന്നല്ല. അവള് വിചാരിച്ചു ചേച്ചിയല്ലേ കിടക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ 2 തരാണല്ലോ നമ്മൾ. ഇപ്പൊ മമ്മിയൊക്കെ പഠിച്ചോ അവിടത്തേക്ക് പോയിട്ട്? പഠിച്ചു. ഇപ്പം ഓക്കെ. ചെന്നപ്പോഴാണ് നമ്മളിവിടെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. സത്യം. അവിടെയാണ് കടല് പോലെയാണ് കിടക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഡിഷസ് പരിപ്പ് തന്നെ. ഇവിടെ നമ്മൾ പരിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പരിപ്പ് വെക്കുന്നില്ല. അവിടെ പരിപ്പിന്റെ തന്നെ എത്ര വെറൈറ്റി. നമ്മുടെ ഉരുളക്കിഴങ്ങ്
മെയിൻ ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഡക്കിനെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്കിനെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഡക്ക് റോസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാം. നീ ഉരുളക്കിഴങ്ങ് എടുത്തോടാ. ഉരുളക്കിഴങ്ങ് എന്താ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിനെയും കൂടെ ഇതിന്റെ അകത്തേക്ക് തട്ടുകയാണ്. പിടിച്ചു. ഓക്കെ ഓക്കെ. തേങ്ങാപ്പാലിന്റെ വെള്ളം എടുത്തിടാം. അത് തന്നെ നമ്മളിപ്പോ എടപ്പാല്, നമ്മൾ അതിനിടയ്ക്ക് എടപ്പാലുണ്ട്, എടപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പൊ തന്നെ അതിന്റെ ആ ടെക്സ്ചർ വന്നു കഴിഞ്ഞു. അതെ അതെ കറക്റ്റ്. ആ ഒരു കളർ കളറും ഇങ്ങനത്തെ ഒരു കളർ, കാരണം മുളക് പൊടി നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ അല്ലേ? മുളക് പൊടി ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വെറൈറ്റി. പച്ചമുളകിന്റെ ഒരു പ്യൂർ ടേസ്റ്റ്. അതെ അതെ അതെ. ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് നല്ല ഒന്ന് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതേറ്റ് വരുമ്പോ നമ്മുടെ ഈ തേങ്ങാപ്പാല് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്ത് പിന്നെ നമ്മൾ ഇത് കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചു വിടണേ ലാസ്റ്റ്. ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടാ. തക്കാളി പൊടിക്ക് ഉപ്പ് കൂടുതൽ. ഇതെടുത്തേടാ, ഇതെടുത്തേ. തേങ്ങാപ്പല ചേക്കട്ടെ.